കോഴ്സ് ചെയ്തതിന് മുന്നേ എനിക്ക് പ്രാക്ടിക്കൽ നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കോഴ്സിൽ നമ്മൾ ഒരു ജോബിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നാണ് അവർ ആ കോഴ്സിൽ ട്രെയിൻ ചെയ്യുന്നത്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് QS റോളിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നന്നായിട്ട് ഗ്രോ ചെയ്യാമെന്നും മനസ്സിലായി QS റോളിൽ. അതായിരുന്നു എൻ്റെ ഒരു ജേർണി. കോഴ്സ് കംപ്ലീറ്റ് ആയി, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. ഒരു 1 മന്തിനുള്ളിൽ എനിക്ക് ജോബായി. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സിലൂടെ ഒരു ജോബ് കിട്ടി, എന്നിട്ട് ഒരു പ്രൗഡ് മൊമെൻറ്റിൽ നിൽക്കുന്ന അൽഫയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. സോ അൽഫനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 2016 പാസ് ഔട്ടായിരുന്നു, എന്നിട്ട് ജോബ് ചെയ്തു, ദെൻ കരിയർ ഗ്യാപ്പ് എടുത്തു, ദെൻ നമ്മുടെ കോഴ്സ് ചെയ്തു, എഗെയിൻ കരിയർ റീസ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു പൊസിഷനിൽ ഇപ്പം നിൽക്കുകയാണ്. സോ വെൽക്കം അൽഫ. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. സോ നമുക്കറിയേണ്ടത് അൽഫയുടെ ഒരു കരിയർ ജേണി എന്താണെന്നുള്ളതും. ഓക്കെ. സോ നൗ ഹൗ ഗുഡ് യു ആർ ഫീലിംഗ്, ആ ഒരു സംഭവമാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ജോബൊക്കെ ആയി നന്നായിട്ട് പോകുന്നു. എൻ്റെ ഒരു കരിയർ ജേർണി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഗ്രാജുവേഷൻ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഡിസൈൻ എൻജിനീയർ ആയിട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മാരേജ് ആയി. അപ്പോൾ ഒരു ഗ്യാപ്പ് വീണു, ഞാൻ റിസൈൻ ചെയ്തു ജോബ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്റേണിറ്റി ഗ്യാപ്പായി. അപ്പോഴേക്കും കോവിഡ് വന്നു. അങ്ങനെ ഒരു ലോങ് ഗ്യാപ്പ് അവിടെ വന്നു. അപ്പോൾ എനിക്ക് കരിയറിലേക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ആ ഒരു മൈൻഡിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് സൗദിയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആവുന്നത്. സൗദിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജോബ് നോക്കി തുടങ്ങി. CV പ്രിപ്പയർ ചെയ്തു. ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കധികം റെസ്പോൺസ് ആദ്യമൊന്നും കിട്ടിയില്ല. ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് റെസ്പോൺസ് ഉണ്ടായി. വരുന്നതൊക്കെ ക്വാണ്ടിറ്റി സർവേ റോളായിരുന്നു. ബട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഡിസൈൻ ഫീൽഡും. കുറച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. ടാസ്ക് ബേസ്ഡ് ആയിരുന്നു ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഡ്രോയിങ്സൊക്കെ അയച്ചു തരും. നമ്മൾ BOQ അങ്ങനെ എന്തെങ്കിലുമൊക്കെ QS റോളിൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് തരും. നമ്മളത് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അത് ടാസ്ക് ആയിരുന്നു. ആ ടൈമിൽ എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തു ചെയ്യാനായിട്ട്. എക്സ്പീരിയൻസ് കുറവാണ്. പിന്നെ കോളേജിൽ നിന്നുള്ള ആ ഒരു നോളജേ ഉള്ളൂ. ഗ്യാപ്പ് വീണു. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു ആ ഒരു ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഹെൽപ്പോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതപ്പോൾ അവരും വർക്കിംഗ് ആണ്. നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ ഞാൻ കഷ്ടപ്പെട്ട് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ QS കോഴ്സ് ചെയ്യുന്നതിനെ പറ്റി തിങ്ക് ചെയ്തു തുടങ്ങി. അപ്പോൾ എന്നാലേ ഉള്ളൂ എനിക്ക് സ്വന്തമായിട്ട് പഠിച്ചാലേ ഉള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടാണ് ഞാൻ എൻട്രിയുടെ കോഴ്സ് കണ്ടത്. ഇൻസ്റ്റഗ്രാം ത്രൂ ആണെന്ന് തോന്നുന്നു. ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് ആ ഒരു കോഴ്സിനെ പറ്റി അന്വേഷിച്ചപ്പോൾ നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ക്ലാസ് എടുക്കുന്നതെന്നും ഒരു QS ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ QS റോളിൽ കംപ്ലീറ്റ് ഒരു സിലബസാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം അതൊക്കെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ജോയിനായി. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ആയി, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. ഒരു 1 മന്തിനുള്ളിൽ എനിക്ക് ജോബായി. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് QS റോളിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് സൗദിയിൽ ഞാനൊരു ജോബ് മാർക്കറ്റ് നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ലേഡീസിനാണെങ്കിലും QS റോളിലോട്ടാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതെന്ന് മനസ്സിലായി. നന്നായിട്ട് ഗ്രോ ചെയ്യാമെന്നും മനസ്സിലായി QS റോളിൽ. അതായിരുന്നു എൻ്റെ ഒരു ജേർണി. സോ ബേസിക്കലി അൽഫനെ ഞാൻ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത്, ഈവൻ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഐ നോ ദ നെയിം, അങ്ങനെയായിരുന്നു. ദെൻ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മളുടെ ഒരു എഞ്ചിനീയറിംഗ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ അൽഫ ജോയിൻ ചെയ്തപ്പോഴാണ് ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു വർക്കിലൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അൽഫനെ കമ്പനിയിലേക്ക് എടുക്കുക എന്നുള്ള തീരുമാനം. ദെൻ ആഫ്റ്റർ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ നമ്മളുടെ ടീമും HR ടീമാണെങ്കിലും ടെക്നിക്കൽ ടീമാണെങ്കിലും ഒരു നല്ലൊരു ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത്. ഈവൻ ആ ടൈമിൽ ഞാൻ വേറെ ആൾക്കാരെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ എനിക്കറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അൽഫ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസിന് പോയിട്ടുണ്ട്, ഈവൻ നമ്മുടെ കമ്പനിയിലെ ഇൻ്റർവ്യൂസിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. സോ ബിഫോർ ദ കോഴ്സ് ആഫ്റ്റർ ദ കോഴ്സ് അൽഫക്ക് എത്രത്തോളം ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വെൻ യു ആർ എൻ്ററിങ് ഇൻ ടു ഇൻ്റർവ്യൂ? കോഴ്സ് ചെയ്യുന്നതിന് മുമ്പും കോഴ്സ് ചെയ്തതിന് ശേഷം? കോഴ്സ് ചെയ്തതിന് മുന്നേ എനിക്ക് എന്താണ് പ്രാക്ടിക്കൽ നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കോളേജിൽ എന്താണ് തിയറിയാണ്, ആ സിലബസ് എന്താണ് തിയറിയാണ് കൂടുതൽ നമ്മൾ പഠിക്കുന്നതും കാര്യങ്ങളും. പക്ഷേ വർക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കോളേജിലെ പോലെയല്ല. അതെ, സെൻട്രൽ ഷോർട്ട് ബോൾ അതൊന്നും നമുക്കിവിടെ വേണ്ടിയില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ കോഴ്സിൽ നമ്മൾ ഒരു ജോബിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നാണ് അവർ ആ കോഴ്സിൽ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ തിയറിറ്റിക്കലും ഉണ്ട്, ട്യൂട്ടറിങ് സെക്ഷൻസും ഉണ്ട്. പിന്നെ നമ്മുടെ CV തൊട്ട്, നമ്മുടെ CV പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യാനും, പിന്നെ ഒരു QS റോളിൽ, ഇപ്പം ഞാൻ പഠിച്ച കോഴ്സ് QS ആയതുകൊണ്ട് ആ QS റോളിൽ എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്യണം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളായിരുന്നു പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂസ് മുന്നേ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും നോളജ് വളരെ എന്ന് വെച്ചാൽ ഓറൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. പ്രാക്ടിക്കലായിട്ട് ഈ ടാസ്ക് ബേസ്ഡ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയൊരു വേൾഡിൽ പോയതുപോലെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ ഓൾറെഡി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓറലാണെങ്കിലും ടാസ്ക് ആണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം എഫേർട്ട് എടുത്ത് തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാം റെഫർ ചെയ്തിട്ട് തന്നെ ഞാൻ ടെസ്റ്റുകൾ പാസ്സാവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ആരുടെയും സപ്പോർട്ട് വേണ്ട. ഒരു വർക്ക് ചെയ്ത് നമ്മുടെ എൻട്രിയുടെ കോഴ്സ് എടുത്തപ്പോൾ തന്നെ ഒരു വർക്ക് ചെയ്ത ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. പിന്നീട് ഇൻ്റർവ്യൂസ് വരുമ്പോൾ അതേ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതും. അപ്പോൾ ഒരു ഡിഫിക്കൽട്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല കോഴ്സ് കഴിഞ്ഞിട്ട്. കോഴ്സിന് മുമ്പ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോടും ഇപ്പോൾ ഉള്ള ഫ്രഷേഴ്സിനോടും പറയാൻ ഉള്ളത്, നിങ്ങൾ അപ്സ്കില്ല് ചെയ്യണം. നമ്മൾ കോളേജിൽ പഠിച്ചത് മാത്രമല്ല, വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ജോബിലേക്ക് എത്താനും പിന്നെ ഇൻ്റർവ്യൂസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും ഇതുപോലെ ഒരു അപ്സ്കില്ലിംഗ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതിന് മുന്നേ എനിക്ക് ഒരു ഹെൽപ്പും കിട്ടിയിരുന്നില്ല. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരു ഡിസിഷനാണ് എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്, എനിക്ക് എൻ്റെ കരിയറിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. അതിൽ വേറെ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അല്പം ഗ്രാജുവേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഡിസൈൻ ഫീൽഡിലേക്ക് വർക്ക് ചെയ്തു, ദെൻ കരിയർ ഗ്യാപ്പ് എടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ കോഴ്സ് എടുത്തു, എന്നിട്ട് നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തു. ഇപ്പൊ ലിങ്ക്ഡിനിലെ കമ്പനീസ് ഒക്കെ അൽഫനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ജോബിൽ നോക്കണ്ടെന്ന് ചോദിച്ചിട്ട്. അതെ, അത് എല്ലാം എനിക്ക് എൻട്രിയുടെ ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടാണ്. അവിടെ നിന്ന് കണക്ഷൻസ് ബിൽഡ് ചെയ്തും എൻട്രിയുടെ പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവർ നല്ല എഫേർട്ട് ഇട്ടാണ് അവരുടെ ഫാക്കൽറ്റീസ് നമുക്ക് പ്ലേസ്മെൻറ്റിന് വേണ്ടി അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ ആരോടും സംസാരിക്കുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. ബട്ട് ആ ഒരു ടൈമിൽ ആ ഒരു ട്രെയിനിങ് കിട്ടിയതോടുകൂടി ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയി. കമ്മ്യൂണിക്കേഷൻ എനിക്ക് വളരെ സിമ്പിളായി. അങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വന്നത്, ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവാൻ വേണ്ടിയിട്ട്. ആ ലിങ്കിൽ ജോയിൻ ആയി. അത് എൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പായിരുന്നു. ആ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എൻജിനീയേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ആയിരുന്നു. പ്രൊഫഷണൽസ് മാത്രം ഉള്ള ഒരു കമ്മ്യൂണിറ്റി. എൻജിനീയേഴ്സ് നെക്സ്റ്റ് എന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഞാൻ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുകയും കണക്ഷൻസ് ബിൽഡ് ചെയ്യുകയും അതുവഴി ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സീനിയർ പ്രൊഫഷണൽസൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ എൻ്റെ അക്കൗണ്ട് എൻ്റെ പാഷൻ എന്താണെന്നുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഇൻഡസ്ട്രിയിൽ കിട്ടിയ നോളജും കാര്യങ്ങളൊക്കെ എൻ്റേതായ രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുകയും അത് മറ്റുള്ള പ്രൊഫഷണൽസ് കാണുകയും അവരെന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഡൗട്ട്സുകൾ വരെ ചോദിക്കുകയും ചെയ്യുമായിരുന്നു.
അങ്ങനെ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരുന്നു എൻ്റെ പ്രൊഫൈൽ കണ്ടിട്ടും. അതൊക്കെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. സോ അൽഫ പറയണത് ഒരു ഹൗസ് വൈഫ് എന്നൊരു ക്യാരക്ടറിൽ നിന്നും എന്താ പറയുക, ഇപ്പം കമ്പനീസിന് വേണ്ട ഒരു പ്രൊഫഷണലായിട്ട് അൽഫ മാറിയിരിക്കുകയാണ് ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയിൽ. സോ അത് ഈവൻ ഒരു നോളജിനേക്കാളും കൂടുതൽ പേഴ്സണാലിറ്റിയിലും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും ഒക്കെ അൽഫ ഇതിൽ നിന്ന് ലേൺ ചെയ്തു എന്നാണ് അൽഫ പറയുന്നത്. അതെ അതെ അതെ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രേറ്റ് 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 ഗ്രേറ്റ്. ഇനി എനിക്ക് പറയാനുള്ളത്, അൽഫനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ആക്ച്വലി. അതായത് ഗ്യാപ്പ് വന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ ഫാമിലിയിൽ മേ ബി കല്യാണം കഴിഞ്ഞ് പാരൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ടൈം എടുത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ അൽഫക്ക് അവരുടെ അടുത്ത് അൽഫയുടെ ലൈഫ് തന്നെ അവർക്കൊരു ആൻസറാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ബട്ട് പലപ്പോഴും അവരെന്താ പറയുക, ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ക്വിക്ക് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ അവർ സ്റ്റക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ അൽഫ ഒരു വൺ ടൈമിൽ ആരായിരിക്കും. ഇപ്പം സൗദി പോയ സമയത്തും എന്ത് ചെയ്യണം, ഒരുപാട് ജോബുകളും വിളിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ബട്ട് റിജക്ഷൻ. അവിടെ നിന്നാണ് അൽഫ ഇപ്പം കമ്പനീസ് വിളിച്ചിട്ട് നമ്മളെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നൊരു പ്രൊഫഷണലായിട്ട് മാറിയിട്ടുള്ളത്. സോ ആ ഒരു ടൈമിൽ ഒരുപാട് റിജക്ഷൻ വരുന്ന സമയത്ത് അൽഫയുടെ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? സോ എങ്ങനെയായിരുന്നു അത് ഫൈറ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തണം എന്നുള്ളൊരു ആ ഒരു ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? എൻ്റെ ഒരു ഫീലിംഗ് എങ്ങനെയാണ് ഇത് ഞാൻ സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ എനിക്ക് ഫാമിലി ഉണ്ട്, ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ബട്ട് അവരെ ഞാൻ സപ്പോർട്ടിനായിട്ട് അവരും എനിക്കൊരു സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫാമിലി കാര്യങ്ങളിൽ വലിയ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. എനിക്കൊരു മോളുണ്ട്, ഹസ്ബൻഡ് ആണെങ്കിലും വർക്കിംഗ് ആണ്. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് പോകുന്നു, ഒരു സൈഡിൽ ഞാൻ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു ഇങ്ങനൊരു സ്റ്റക്ക് വന്നപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. എങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് എത്തുക, എനിക്ക് എങ്ങനെയാണ് ഒരു ജോബിലേക്ക് എത്തുക എന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ എൻട്രിയുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് കാര്യം ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ആയി. ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈവൻ ഫാമിലിയിൽ നിന്നാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ചലഞ്ചസ് ഒന്നും ഉണ്ടായില്ല. ഞാൻ അവിടെ സൗദിയിൽ ശരിക്കും ലേഡീസിന് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോബ്സ് വളരെ കുറവായിരുന്നു. അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വന്ന പ്ലേസ് എനിക്ക് റോങ് ആയോ എന്നൊരു ഡൗട്ടിലായിരുന്നു, ഇനി ചേഞ്ച് ചെയ്യണോ എന്നൊരു ഡൗട്ടിലായിരുന്നു. പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ അവിടെ തന്നെ കയറണം ഒരു ആഗ്രഹത്തിലാണ് മുന്നോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നോക്കുമ്പോഴാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ബട്ട് ചില കാരണത്താൽ എനിക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നുണ്ടായില്ല. ഇതുപോലെ നോളജിൻ്റെ കുറവ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ കുറവ്, അങ്ങനത്തെ പ്രസൻറ്റേഷൻ കുറവ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക് സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അതൊന്നും മാറ്റർ അല്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. എന്താണ് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണെങ്കിൽ ആ ഫീൽഡിൽ എങ്ങനെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാം, ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കാം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത്, റീസെൻ്റായിട്ട് അൽഫ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക്ഡിനിൽ എങ്ങനെ നിങ്ങളുടെ പ്രൊഫൈല് ഒരു അട്രാക്റ്റീവായിട്ട് എടുക്കാം. അവൻ അൽഫയുടെ ലൈഫ് ജേണി തന്നെ എടുത്തതായിരിക്കാം അത്. അപ്പം കമ്പനീസ് എങ്ങനെ നിങ്ങളെ അങ്ങോട്ട് പോയിട്ട് ജോബ് ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇങ്ങോട്ടേക്ക് എങ്ങനെ കമ്പനീസിനെ കൊണ്ട് ജോബ് ചോദിപ്പിക്കാം, അതിൽ കുറച്ചൊരു ടിപ്സ് ഈ ഒരു പ്രോഗ്രാം കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ലിങ്ക്ഡിൻ ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും നമ്മുടെ പ്രൊഫൈലിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. നമുക്ക് നല്ലൊരു മാർക്കറ്റ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നമ്മൾ വർക്ക് ആക്ഷൻ എടുക്കാതിരിക്കുന്നതാണ് ഒരു മണ്ടത്തരം എന്ന് ഞാൻ പറയുന്നത്. അത് ഞാൻ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓരോ ഓപ്ഷൻസും എങ്ങനെയൊക്കെ നമ്മുടെ ആ പ്രൊഫൈൽ നന്നായിട്ട് വെക്കാം, എങ്ങനെ മറ്റ് സീനിയർ പ്രൊഫഷണൽസിനൊക്കെ അട്രാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് എങ്ങനെ എക്സ്പീരിയൻസുകൾ നമുക്ക് അവരുടെ അടുത്തു നിന്നൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ചിരുന്നു. ഞാൻ എൻട്രിയുടെ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്നും എനിക്ക് ലിങ്ക്ഡിൻ്റെ കാര്യങ്ങളിൽ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നു.
ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസിൽ തന്നെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്, ലിങ്ക്ഡിൻ പ്രൊഫൈല് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അങ്ങനെ എന്താണ്, അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കി, അതിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തു, ഈ എൻ്റെ സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്തു, പിന്നെ പോസ്റ്റുകളൊക്കെ ചെറുതായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ബട്ട് വളരെ കുറവായിരുന്നു, ഒരുപാടൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻജിനീയർ നെക്സ്റ്റ് കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മെൻറ്റർ, ഞങ്ങളുടെ ലീഡർ മിസ്റ്റർ എൻജിനീയർ ജുബൈർ സാർ ഞങ്ങളെ ലിങ്ക്ഡിൻ എങ്ങനെയാണ് ലിങ്ക്ഡിൻ മുന്നോട്ട്, എങ്ങനെയാണ് ലിങ്ക്ഡിനിൽ ആക്റ്റീവായി നിൽക്കുക, എങ്ങനെയാണ് ജോബിലേക്ക് ലിങ്ക്ഡിൻ ത്രൂ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് ബിൽഡ് ചെയ്യുക, സീനിയർ പ്രൊഫഷണൽസായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സീനിയർ പ്രൊഫഷണൽസൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ബട്ട് സാറിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസും സപ്പോർട്ടും കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, കണക്ഷൻസ് കൂട്ടി തുടങ്ങി, ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 500 എന്നുള്ളത് ഒരു ടാർഗറ്റ് വെച്ചിട്ട് വീക്കിലി നമ്മളൊരു 500 കണക്ഷൻസ് ആണ്, നെക്സ്റ്റ് വീക്കിൽ നമ്മൾ 1000 ടാർഗറ്റ് വെച്ച് അങ്ങനെ കണക്ഷൻസ് ബിൽഡ് ചെയ്തു. അത് നല്ല നല്ല പ്രൊഫഷണൽസ് ആയിട്ടായിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നതും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് ഇങ്ങോട്ട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങി, ഇങ്ങോട്ട് കണക്ഷൻസ് വരാൻ തുടങ്ങി, ജോബ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അങ്ങനെയൊക്കെ ഇൻ്റർവ്യൂസ് വരുന്നുണ്ടായിരുന്നു, ഫ്രീലാൻസ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് ലിങ്ക്ഡിൻ നന്നായിട്ട് യൂസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലായത്. ഇതിൽ ഇപ്പം പല ആൾക്കാരും ഇപ്പം ജസ്റ്റ് ഒരു ക്വിക്ക് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും പോസ്റ്റ് ഇടുന്നുണ്ടാവും, പല പല പോസ്റ്റുകളും ലിങ്ക്ഡിനിൽ ഇടണമെന്നൊക്കെ ഉണ്ടാവും. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് എന്ത് പോസ്റ്റ് ചെയ്യണം? അത് പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് അല്ലേ. ഞാൻ എന്താണിപ്പം ഞാൻ പറയണത് പൊട്ടത്തരാവോ, അല്ലെങ്കിൽ ചെയ്യണത് കറക്റ്റ് ആണോ എന്നുള്ള സെൽഫ് ഡൗട്ട് പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ഡൗട്ടുള്ള ഒരാൾക്ക് ഇവൻ അൽഫ ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. സോ അൽഫ എങ്ങനെയാണ് ആ പോസ്റ്റുകളൊക്കെ ഇടുന്നത്, എങ്ങനെയാണ് ആ ഒരു സംഭവം ചെയ്യുന്നത്? പോസ്റ്റുകൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ പ്രൊഫൈലൊന്ന് നന്നാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഷെയർ ചെയ്യാം. നമുക്ക് കരിയറിലുണ്ടായിരിക്കും, നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാം. പിന്നെ ഇൻഡസ്ട്രി റിലേറ്റഡ് പോസ്റ്റുകൾ നമുക്ക് ഷെയർ ചെയ്യാം, റീപോസ്റ്റുകൾ ചെയ്യാം. അങ്ങനെ നമുക്ക് പിന്നെ ഞാൻ കൂടുതലും നമ്മുടെ എൻട്രിയിൽ നിന്നും കോഴ്സിൽ ഉണ്ടായിരുന്ന ടോപ്പിക്സ്, ഞാൻ കൂടുതലും QS റിലേറ്റഡ് ടോപ്പിക്സാണ് ഇട്ടിരുന്നത്. എനിക്ക് എൻട്രിയിൽ നിന്ന് കിട്ടിയ നോളജ് ഞാൻ മനസ്സിലാക്കി എൻ്റേതായ രീതിയിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഒരുപാട് കമൻസും ഷെയറും അല്ലെങ്കിൽ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. കുറേ ആളുകൾ ഇതെങ്ങനെയാണ്, ഈ കോഴ്സ് ചെയ്താൽ എന്താണ്, ആ കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് ലിങ്ക്ഡിൻ ത്രൂ കിട്ടിയത്. അപ്പോൾ നമ്മൾ പതിയെ ആ ലിങ്ക്ഡിൻ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക, പതിയെ നല്ല ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ അൽഫയുടെ പോസ്റ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ദെൻ ചിലപ്പം ഈവൻ എന്താ പറയുക, അൽഫയുടെ പോസ്റ്റുകളിൽ ഒരുപാട് എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അൽഫ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ചും കൂടി ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ദ തിങ് ഈസ് ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, ചിലപ്പം എൻ്റെ ഫീലായിരിക്കാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാവർക്കും അറിയാവുന്നത് കാര്യമല്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ബട്ട് ഞാൻ കണ്ടത് അൽഫയുടെ ആ ഒരു പ്രൊഫൈലിൽ ഒരുപാട് എൻഗേജ്മെന്റ് ഉള്ളത് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുമ്പോഴാണ്. സോ ദ തിങ് ഇസ് വാട്ട് ഐ മീൻ ദാറ്റ് വൺ, നമ്മളൊരു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അതിലൊരു റോക്കറ്റ് സയൻസ് ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല അൽഫയുടെ പോസ്റ്റുകൾ കണ്ടപ്പോൾ. അതിൽ എന്താ പറയുക, നമുക്ക് അറിയുന്ന ഒരു കാര്യം ജസ്റ്റ് പ്രസന്റ് ഇറ്റ്, അത് നമ്മളുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോഴാണ്
ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ള രീതിയിലാണ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. അതൊരു നല്ലൊരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, എനിക്കറിയുന്ന നോളജ് ഞാൻ എൻ്റെതായ രീതിയിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. അത് ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നു. എത്ര സമയം എടുത്തു ആൽഫ ഈ ഒരു ട്രാൻസിഷനിലേക്ക്? എപ്പോഴാണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ 2024 ജോയിൻ ചെയ്തത്. 2023 ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഓൺലൈൻ കോഴ്സുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ഫസ്റ്റ് എനിക്ക് കിട്ടിയൊരു കുറേ കോഴ്സുകൾ കണ്ടിരുന്നു, ബട്ട് അത്ര നല്ല കോഴ്സുകളായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് എൻട്രിയുടെ വന്നപ്പോൾ അതിൽ ഫുൾ ഒരു പാക്കേജ് പോലെ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും, നമ്മുടെ CV തൊട്ട് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക്സ്, പോമി സ്റ്റാൻഡേർഡ്സ്, പോമി ഫിഡിക്ക്, പിന്നെ സോഫ്റ്റ്വെയർസ്, ഓട്ടോക്യാഡ്, പ്രൈമവേറ, പ്ലാൻസിഫ്, പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു കോഴ്സായിരുന്നു. ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ നമുക്ക് ഏതൊരു റോളിൽ നമ്മൾ ജോയിൻ ചെയ്താലും നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സായിരുന്നു. ആൽഫ പറയണത് നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒരു ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്നത് വലിയൊരു ടൈമൊന്നുമല്ല. ദ തിങ് ഈസ് ആൽഫ വർക്ക് ചെയ്തു, 4 years വർക്ക് ചെയ്തു, ദെൻ അറൗണ്ട് 4 or 5 years കരിയർ ഗ്യാപ്പ് എടുത്തു, എന്നിട്ടാണ് ആൽഫ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇൻ എ ഇയർ ഐ തിങ്ക് ഒരു വർഷം കൊണ്ട് തന്നെയാണ് ആൽഫ ഇതൊക്കെ ചേഞ്ച് ആക്കി വെച്ചിട്ടുള്ളത് അല്ലേ? സോ നമ്മളൊന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റും. എനിക്ക് കുറെ എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ്. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ എടുക്കേണ്ടി വന്നു. ഗ്യാപ്പ് വീണു എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എനിക്ക് കരിയറിൽ കയറാൻ പറ്റും എന്ന് തന്നെയാണ്. എനിക്ക് നല്ലൊരു പാഷനായിരുന്നു, സിവിൽ എഞ്ചിനീയർ ആണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു എന്ന് വെച്ചാൽ ഞാൻ മറ്റു വർക്കുകൾ ചെയ്യില്ല എന്നല്ല, എനിക്ക് ടെക്നിക്കലി വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. കുഞ്ഞിലെ തൊട്ടേ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് അങ്ങനെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ജോബുകളാണെങ്കിലും ഞാൻ ചെയ്യും, ബട്ട് എൻ്റെ കരിയറാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം അതിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് എത്ര ടൈം എടുത്താലും ഞാനതിന് എഫേർട്ട് ഇടും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ലേഡീസിനോട്, ഗ്യാപ്പ് വീണാലും നിങ്ങൾ പേടിക്കണ്ട. ഗ്യാപ്പ് വീണാലും നിങ്ങൾക്ക് എന്തൊരു സാഹചര്യമാണെങ്കിലും നിങ്ങൾക്കൊരു ഗോള് സെറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു മനസ്സിൽ എനിക്കിത് എത്തണം എന്നൊരു എന്താണ് അതിന് പറയുക സർ, ഒരു പാഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്തും, ഉറപ്പായിട്ടും എത്തും. ഞാൻ വിചാരിച്ചില്ല ഞാൻ എത്തുമെന്ന്, ബട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു, ക്വിറ്റ് ചെയ്യാതെ. ചിലർ പറയും എനിക്ക് മടുത്തു, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, മടുപ്പാണ്, ഗ്യാപ്പ് വീണു, ഇനി കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബട്ട് അതങ്ങനെ അത് മിത്താണ്, വെറുതെയാണ്. അത് നിങ്ങൾ പറ്റും എന്നുള്ളൊരു മനസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ, ഇതിപ്പോൾ ഈ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സൊക്കെ നമുക്ക് കൺവീനിയൻ്റ് ആയ ടൈമിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ടൈം എടുക്കുന്നതുകൊണ്ട് ചിലർക്ക് പെട്ടെന്ന് ജോബ് വേണം, ചിലരെ കൊണ്ട് ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല, ചിലർക്ക് പെട്ടെന്ന് ജോബ് കിട്ടും, അങ്ങനെയൊക്കെയുണ്ട്. ഇല്ലാത്തവർ ക്വിറ്റ് ചെയ്യരുത്, അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അന്വേഷിക്കുക, അതിൻ്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി വന്നെത്തും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗ്യാപ്പ് വീണ ലേഡീസൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക, ക്വിറ്റ് ചെയ്യാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഗ്രേറ്റ് റിയലി ഗ്രേറ്റ്. ആൽഫ ശരിക്കും ഇൻസ്പയറിംഗ് ആണ് ബാക്കിയുള്ള ആൾക്കാർക്ക്, ഈ കരിയർ ഗ്യാപ്പ് എടുത്ത ആൾക്കാർക്കൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആണ്. ഫ്രം ഹൗസ് വൈഫ് ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്രൊഫഷണൽ, കമ്പനീസ് അട്രാക്ട് ചെയ്യുന്ന, കമ്പനീസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് ആൽഫയുടെ ജേണി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മള് മറ്റേ പോലോ കോളയുടെ ആൽക്കമിസ്റ്റിൽ അതെനിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ, വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം ഉണ്ടാവും. അത് തന്നെയാണ് എൻ്റെ ഒരു ലൈഫിൽ സംഭവിച്ചത്. എനിക്ക് ഒരുപാട് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത് കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് ഹെൽപ്പുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ സൈലൻ്റ് ആയിട്ട് ഇരുന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നേനെ. എനിക്ക് മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു. നമ്മൾ ആസ്കാണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മിണ്ടാതിരിക്കുന്നവർ മിണ്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുള്ളൂ. സോ ഞാൻ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദ തിങ് ഈസ് നമുക്കൊരു വിഷൻ വേണം. ആൽഫ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വിഷൻ വേണം,
ആ വിഷൻ മാത്രമായിട്ട് അവിടെ നിൽക്കരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾ എത്തിപ്പെടണം എന്നുള്ള കമ്മിറ്റഡ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പോകണം. അവിടെ ഒരു സ്റ്റോപ്പ് വെക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് ഒരിക്കലും സ്മൂത്ത് ആയിരിക്കില്ല. അതിന് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ബട്ട് ദ തിങ് ഈസ് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് നമുക്ക് ആരുടെയും ഹെൽപ്പ് ആസ്ക് ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ ആൽഫ ചെയ്തപ്പോഴാണ് ആൽഫ ഈ ഒരു സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്ക് നമ്മളുടെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രൊഫഷണൽസായിട്ട് ആൽഫ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളുടെ കോഴ്സ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രൊഫഷണൽ ഫാക്കൽറ്റീസാണ്, വർക്കിംഗ് പ്രൊഫഷണൽസാണ്. അത് ആൽഫയുടെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആസ് എ പ്രൊഫഷണൽ കരിയർ? ഞാൻ ഈ കോഴ്സിൽ ഫാക്കൽറ്റീസുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. അവർ വർക്കിംഗ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അവരുടെ അടുത്തുനിന്ന് മാക്സിമം ഞാൻ ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ടും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ നോക്കുമായിരുന്നു. എല്ലാവരുമായിട്ട് തന്നെ ഞാൻ കണക്ഷൻ ബിൽഡ് ചെയ്തിരുന്നു. അപ്പോൾ അവരോട് എന്ത് ഡൗട്ട്സ് വന്നാലും ഞാൻ അവരുടെ അടുത്ത് എത്തും. അവരോട് ചോദിക്കുമ്പോൾ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യും. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയും ആയിരുന്നു, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരുമായിരുന്നു. അപ്പോൾ ശരിക്കും അവരുടെ അടുത്തുനിന്ന് ഞാൻ റിയൽ ലൈഫായിട്ട് ഞാനിപ്പോൾ പുറത്ത് പോയി, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ബിൽഡിങ്സ് ഒക്കെ ഞാൻ നല്ലപോലെ ഒബ്സർവ് ചെയ്യുമായിരുന്നു, കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നവരാണല്ലോ, അപ്പോൾ അവരോട് ഡൗട്ട്സുകൾ ചോദിക്കുമായിരുന്നു. ഇതെങ്ങനെയാണ്, ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും ഇങ്ങനെ വന്നേന്നുള്ള. അപ്പോൾ അങ്ങനെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിരുന്നു അവരുടെ അടുത്ത് നിന്ന്. വേറൊരു കാര്യം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽഫ സ്റ്റാർട്ട് ചെയ്തത് സീനിയർ പ്രൊഫഷണൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ കോഴ്സിൽ നിന്നായിരിക്കും. ആ ഒരു ജേണി തന്നെയായിരുന്നു ആൽഫ എനിക്ക് തോന്നുന്നു ലിങ്ക്ഡിനിലും കണ്ടിന്യൂ ചെയ്തത്. സീനിയർ ആയിട്ടുള്ള ഞാൻ എല്ലാം എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാം സീനിയർ പ്രൊഫഷണൽസിനായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ ആ ലെവലിലുള്ളവരെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബട്ട് അവർ നമ്മുടെ സെയിം ലെവലിലുള്ള തോട്ട്സ് ആയിരിക്കും. പക്ഷേ സീനിയർ ലെവലിലുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് ടിപ്സുകൾ നമുക്ക് കിട്ടും. പിന്നെ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്യാനായിട്ട് തോന്നും, ഇൻസ്പിറേഷനാണ്. ഇനിയും എനിക്ക് അപ്സ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക, പ്രൊഫഷണൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം വാട്ട് ദേ ഫീൽ, എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുക, അങ്ങനത്തെ എല്ലാ ഇഷ്യൂസും എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴ്സിൽ കൂടിയായിരുന്നു ഐസ് ബ്രേക്കിംഗ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. എല്ലാ തടസ്സങ്ങളും എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ്. അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾ കോഴ്സ് എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ കരിയറിൽ അപ്സ്കെയിൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആവണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് ആൽഫക്ക് ലാസ്റ്റായിട്ടൊരു മെസ്സേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആൽഫ പറയുക അവരുടെ അടുത്ത്? അത് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ പാഷൻ നമ്മൾ ഫോളോ ചെയ്യുക, പിന്നെ മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അതിനുള്ളൊരു കാര്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇതുപോലെ അപ്സ്കിൽ ചെയ്യുക, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യുക, നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനും നമ്മുടെ ആ ഫീൽഡിൽ ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കാനും ഗ്രോ ചെയ്യാനും വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ഞാൻ പറയുന്ന അപ്സ്കിൽ ചെയ്യുക. അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഈ ഒരു കോഴ്സാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒരു കാര്യം. ഫസ്റ്റ് വൺ അപ്സ്കില്ലിങ്. പിന്നെ ഞാൻ പറയുന്നു നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്നെ ഏറ്റവും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായത്, ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങിയതും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അതിൽ നമുക്ക് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ലൈക്ക് ലിങ്ക്ഡിൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നന്നായിട്ട് വൈസായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുറത്ത് ഇറങ്ങി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ഓൺലൈനായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ചെയ്യേണ്ടത് പ്രൊഫഷണൽ, ഇപ്പം ഏത് ഫീൽഡിലാണോ നിങ്ങളുള്ളത് ആ ഒരു കമ്മ്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റീസ് നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു കരിയർ ഗ്രോ ആവാനും ഒക്കെ കമ്മ്യൂണിറ്റീസ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് പറയാനുള്ളത്
ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവും ലൈഫിൽ. ഗ്രേറ്റ്. സോ ഞാനും കുറച്ച് പ്രൗഡായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഞാനും അൽഫനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അൽഫ ഇപ്പം റിയലി പ്രൊഫഷണലായിട്ട് മാറിയിരിക്കുകയാണ്. മാർക്കറ്റിൽ എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ കമ്പനീസിന് എന്താണോ വേണ്ടത്, അങ്ങനെയുള്ളൊരു പ്രൊഫഷണലായിട്ട് അൽഫ മാറിയിരിക്കുകയാണ്. സോ ഇനിയും അൽഫ മുന്നോട്ട് തന്നെ പോകും. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ് വൺ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു ആർ എ ഫൈറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ എ ഫൈറ്റർ. ലൈഫിൽ എന്ത് വേണം എന്നുള്ളത് ഫൈറ്റ് ചെയ്ത് നേടിയ ഒരാളാണ്. ഇനിയും നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, സോ താങ്ക് യു ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ടേക്ക് കെയർ.